ഇപ്പോൾ ലോറി ഉടമ മനാഫ് ഇപ്പോൾ കൂടെ ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആരും വിടുന്നില്ല. അങ്ങോട്ടേക്ക് ഇന്ന വിടുന്നുണ്ട്. ഞാനിത് എല്ലാവരെയും അറിയിക്കണം എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്ന പരിശോധന എങ്ങനെയുണ്ട്? സ്ലോ ആണ് പണി 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 സ്ലോ ആണ്. പിന്നെ മെയിൻ ഒരു പ്രൊഫഷണൽ ആളുകൾ ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ്. നല്ല പ്രൊഫഷണൽ ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും സ്പീഡപ്പായിട്ട് പണി നടക്കും. ഇനി എന്തെങ്കിലും ജീവിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിന് പ്രൊഫഷണൽ ആളുകൾ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, വണ്ടി സ്പോട്ട് ചെയ്യുക. ആ സ്പോട്ട് ചെയ്ത സ്ഥലത്തേക്ക് ഓക്സിജനോ കാര്യങ്ങളോ സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് പണികളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം എടുത്താലും കുഴപ്പമില്ലേനും. ഇതൊക്കെ നമ്മളുടെ ഒരു ആഗ്രഹങ്ങളും ഒക്കെയാണ്, അതിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ മൂവ് ആകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ഈ അഭിപ്രായം എൻ്റെ അഭിപ്രായമല്ല. ഇത് ഒരു സാറ് വരുന്നുണ്ട്, ഒരു ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ്. അതാണ് അതിൻ്റെ കറക്റ്റ് തോന്നുന്നത്. കാരണം തന്നെ അത്ര ഹൈറ്റൊന്നുമില്ല. ഈ ലോറിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഒരു 4-5 അടി ഹൈറ്റിലേ മണ്ണുണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് അതേനു. ഈ GPS സിഗ്നലൊക്കെ നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? വണ്ടിയുടെ ഭാഗത്തു നിന്നാണോ? അവരെന്താണ് പറയുന്നത്? കമ്പനി, ഭാരത് ബെൻസിന്റെ കമ്പനി പറഞ്ഞതാണ് വണ്ടി ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ GPS സിഗ്നൽ ലഭിച്ച ഉടൻ ഇന്ന സ്ഥലത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെയുള്ള അധികൃതരെ അറിയിച്ചിട്ടുണ്ടോ? അത് ദിവസം ഡേ 1 മുതൽ തന്നെ അറിയിച്ചിരിക്കണേ. ഡേ 1 മുതൽ തന്നെ പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത്. ആ സ്ഥലത്ത് ഈ 4 ദിവസമായിട്ട് ഇതുവരെ നോക്കില്ല. ഇതിപ്പോൾ റോഡ് ക്ലിയർ ചെയ്തെന്നുള്ളൂ, ഒരു ട്രാക്ക്. ഇന്ന് മുതലാണ് നമ്മളെ മെയിൻ പണി. നമ്മളെ വണ്ടി മാത്രമല്ല തരേണ്ടത്. ശരിക്കും വേറെയും ആളുകളെ മിസ്സിങ് ഉണ്ട്, അത് അങ്ങോട്ട് തരേണ്ടതുണ്ട്. നേരത്തെ പത്തനംതിട്ട സ്വദേശിയായ ഒരു ഹംസ എന്ന് പറയുന്ന സ്ഥിരം ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് കൂടുതൽ വാഹനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവിടെയുള്ള ചായക്കടക്കാരൻ പാതി മലയാളിയാണ്. മലയാളം നല്ല മലയാളം സംസാരിക്കും. പിന്നെ ഭക്ഷണവും ഇവർക്കെല്ലാവർക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഭക്ഷണമാണ്. പിന്നെ പുഴയിൽ എല്ലാവരും ഇവരൊക്കെ കുളിക്കാൻ ഇറങ്ങലുണ്ട്. അങ്ങനെ അതിനൊക്കെയുള്ള സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ നല്ല വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം റോഡിൻ്റെ സൈഡിലുണ്ട് അവിടെ. ഇതൊക്കെ കൂടിയും ഒത്ത ഒരു സ്ഥലം കിട്ടുമ്പോൾ വണ്ടികൾ കൂടുതലുണ്ടാവുമല്ലോ. അതായത് ശരിക്ക് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു ഇടപെടലിന് ശേഷമാണ് ഇവിടെ ചെറുതായെങ്കിലും ചലിക്കാൻ തുടങ്ങി. 101%. അത് കേരള ഗവൺമെൻറ്, പിന്നെ പ്രതിപക്ഷ ആയിക്കോട്ടെ ഭരണപക്ഷം ആയിക്കോട്ടെ, ഇവർ ഒത്തുപിടിച്ചതിനോണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. ഇങ്ങനെ ഇല്ലേനു. ഇപ്പം കേരളത്തിലെ ചാനൽ വന്നതിന് ശേഷമാണ് ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ സജീവമായിട്ട് മറ്റേ കർണാടക ചാനൽ വരെ വരുന്നത്. ഇതിന് നമ്മളതിലും എന്താ പറഞ്ഞാൽ ഡ്രൈവർ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഏത് മന്ത്രി ആയിക്കോട്ടെ, ഒരേ പരിഗണനയാണ് ഒരു അപകടം നടക്കുമ്പോൾ ജനങ്ങൾ കൊടുക്കുന്നത്. ഇവിടെ അത് ഇല്ല. നമ്മൾ ജീവന്റെ ഒരു വിലയാണ് കേരളത്തിൽ കാണുന്നത്. അതാ കാണുള്ളൂ. അതിലും മതവും ഇതൊന്നുമില്ല, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞിനും, ഇന്നലെ ഇവർ എന്നോട് ചോദിക്കുകയാണ്, ഈ ലോറിൻ്റെ ഡ്രൈവർക്കാണോ ഇത്ര ഇൻഫ്ലുവൻസ്, അതോ ഡ്രൈവർക്കാണോ ഇത്ര മാത്രം? എന്താ പറയുക, മുഖ്യമന്ത്രി വിളിക്കുന്നു, മന്ത്രിമാർ വിളിക്കുന്നു, പ്രതിപക്ഷ നേതാക്കന്മാർ വിളിക്കുന്നു. ഇതെന്താ ഇത്ര ഇങ്ങനെ? ഇതൊന്നും ഇവർ കണ്ടിട്ട് പോലും ഇല്ല. ഇത് ഒരു സാധാരണ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇത്ര മാത്രം വിളികൾ വരുന്നത്. പല ഭാഗത്തുനിന്ന് വിളി വരികയാണല്ലോ. അപ്പോഴാണ് വലിയ നെട്ടിയത്. ഇവരെല്ലാം കഴിഞ്ഞ് വിചാരിച്ചിരിക്കുക, ഇനി പോയി എന്നുള്ള ലെവലിൽ നിൽക്കണോടുന്നാണ് ഇത് കളി മാറുന്നത്. പിന്നെ ഈ വിളി വന്നപ്പോൾ ഇവർ പറഞ്ഞു എന്താ ആർക്കത്ര മാത്രം സ്വാധീനം എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഡ്രൈവർക്കും ഇല്ല മലയാളിക്കും സ്വാധീനമില്ല. അതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ്, അതാ പ്രശ്നം. അത് പ്രത്യേകിച്ച് മലയാളി ആയതുകൊണ്ട് ആണ് ഇത് കേരളം മൊത്തം ഉണർന്നത്. നമ്മുടെ ഇടയിൽ പറയാറുണ്ട് ഇത് കേരളമാണ്. അതെ സത്യം. പിന്നെ ഞാൻ ഇതും കൂടി പറഞ്ഞ്, സംശയം ഉണ്ടെങ്കിൽ 2018 ഫ്ലഡ് കേരള എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ മലയാളി നമ്മളെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മനസ്സിലാവുന്നതാണ്. ഞാൻ ഓരോട് ഉദ്യോഗസ്ഥന്മാരോട് ഇന്നലെ ചൂടായിട്ട് പറഞ്ഞു ചെയ്തു, ഇത് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അർജുന് മണ്ണിൻ്റെ അടിയിൽ എലിക്കൂല ഉണ്ടാവുക, മണ്ണിൻ്റെ മേലെ ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങളാരും കാത്തു നിൽക്കൂല. കേരളത്തിലെ ജനങ്ങൾ സ്വയം ഇറങ്ങി ചെയ്യും. ഇവിടെ നാട്ടുകാർ പോലും ഇറങ്ങിയിട്ട് ചെയ്യാനില്ല, മേലെ കാഴ്ചക്കാരായി നിൽക്കാന്നുള്ളൂ. നമ്മളെ മെൻറ്റാലിറ്റി അല്ല ഇവിടെ മറ്റ് സ്റ്റേറ്റിൽ. ഇവിടെ എത്തുമ്പോഴാണ് കേരളത്തിൻ്റെ
ഇത് വ്യത്യാസം മനസ്സിലാകണം. എന്നാലും നിങ്ങളിപ്പോൾ പറഞ്ഞൊരു കാര്യം ഇന്ന് ഈ വേഗത കുറവാണ് ഇന്ന്. എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ് ഇപ്പോൾ? ഏത് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു വേഗത കുറവ് സൂചിപ്പിച്ചല്ലോ, ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന്. ഇവിടെ ഒന്നാമത് എന്താണ്, ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ഇവിടെ നല്ലുണ്ട്. പിന്നെ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു കളക്ടറാണ്. അവർക്ക് എന്താണോ ബാക്കിയുള്ളവർ പറഞ്ഞു, ലേഡി കളക്ടറാണ്, അവർക്ക് എന്താണോ ഇൻഫർമേഷൻ ചെറുങ്ങനെ കിട്ടുന്നത് അതേ ഒരു പറയുന്നുള്ളൂ. ഒരു ബുക്കിൽ വായിച്ച് പഠിച്ച മാതിരിയുള്ള കാര്യങ്ങൾ, അതിനല്ലാതെ ഒരു ആക്ഷൻ ഉണ്ടാവുമല്ലോ, നമുക്കുള്ള ഒരു ഇതുണ്ടാവുമല്ലോ, അതിവിടെ ആർക്കില്ല. ഇവർക്ക് നമ്മൾ ഈ കേരള മീഡിയ ഇവിടെ വന്നത് തന്നെ ഇവർക്ക് ദേശീയ അയക്കണേ. കൂടുതൽ കാര്യക്ഷമമായി പരിശോധന നടത്തും. അതെ 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 കൂടുതൽ പെട്ടെന്ന് സംവിധാനങ്ങൾ കൊണ്ടുവന്ന് കുറച്ചും കൂടി പ്രൊഫഷണൽ ആളുകളെ കൊണ്ടുവന്ന്, അത് ബൈ റോഡ് ആളുകളെ കൊണ്ടുവരുന്നതും മറ്റേ ട്രെയിനിന് കൊണ്ടുവരുന്നതും അതൊക്കെ ഒഴിവാക്കിയിട്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഇതാക്കണം, വരണം. ഇങ്ങനത്തെ സംഭവ സ്ഥലത്തേക്ക് ആ പ്രൊഫഷണൽ ആളുകളെ കൊണ്ടുവരണം. അതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ.